ഹായ് ഓൾ. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് പേഴ്സണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട വേർഡ്സ് തന്നെയാണ്. അതായത് മെയിനായിട്ട് നമ്മൾ ചില ആളുകൾക്ക് നമ്മൾ കുറച്ച് വിശേഷണങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഓരോ വ്യക്തികളെ വിശേഷിപ്പിക്കുന്ന ചില പദങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ വാക്കാണ് ടൈറ്റ് ഫിസ്റ്റഡ്. ഫിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം അതല്ലേ, മുഷ്ടി എന്ന് പറയും അല്ലെ. ടൈറ്റ് ഫിസ്റ്റഡ് അതായത് കൈ ഭയങ്കരമായിട്ട് മുറുക്കി പിടിച്ചിരിക്കുന്ന ആള്. സ്റ്റിഞ്ചി, സ്റ്റിഞ്ചി അല്ലെങ്കിൽ നോട്ട് ജനറസ് അല്ലെ. സ്റ്റിഞ്ചി എന്ന് വെച്ചാൽ പിശുക്കുള്ളത്, നോട്ട് ജനറസ് എന്ന് വെച്ചാൽ വിശാല മനസ്കനല്ലാത്തത്. അപ്പൊ ഈ രീതിയിലുള്ള ആളുകളെയാണ് നമ്മൾ ടൈറ്റ് ഫിസ്റ്റഡ് പേഴ്സൺസ് എന്ന് പറയുന്നത്. അതായത് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് ആർക്കും ഒരു സഹായം ചെയ്യാത്ത ആൾക്കാര്, അതായത് അത്രയ്ക്ക് വിശാലമല്ലാത്ത മനസ്സുള്ള പിശുക്കുള്ള ആളുകളെയാണ് നമ്മൾ ടൈറ്റ് ഫിസ്റ്റഡ് പേഴ്സൺസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ടൈറ്റ് ഫിസ്റ്റഡ് എന്ന പദം സെന്റൻസുകളിൽ ഉപയോഗിക്കാം. അപ്പൊ ഒത്തിരി പേര് ജോലിക്ക് നിർത്തിയിരിക്കുന്ന ഒരു എംപ്ലോയർ, അയാൾ ഇതുപോലെ ഭയങ്കരമായിട്ട് പിശുക്കനായിട്ടുള്ള അല്ലെങ്കിൽ ആരെയും കൈ തുറന്ന് സഹായിക്കാത്ത ആളാണ് എന്ന് കാണിക്കുന്നത് ഇനി ഉപയോഗിക്കുന്ന സെന്റൻസ് എങ്ങനെയായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്? ടൈറ്റ് ഫിസ്റ്റഡ് എംപ്ലോയർ എന്ന രീതിയിലായിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പൊ നമുക്ക് സെന്റൻസ് നോക്കാം. ഹി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ടൈറ്റ് ഫിസ്റ്റഡ് എംപ്ലോയേഴ്സ്. ഹി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ടൈറ്റ് ഫിസ്റ്റഡ് എംപ്ലോയേഴ്സ്. അതായത് ഒത്തിരി ടൈറ്റ് ഫിസ്റ്റഡ് എംപ്ലോയേഴ്സ് ഉണ്ട്, ആ കൂട്ടത്തിൽ ഒരാളാണ് ഇയാൾ. ഹി ഈസ് സോ ടൈറ്റ് ഫിസ്റ്റഡ് ദാറ്റ് നോ വൺ ക്യാൻ എക്സ്പെക്ട് എനിത്തിങ് ഫ്രം ഹിം. He is so tight-fisted that no one can expect anything from him. അതായത് അയാൾ ഭയങ്കരമായിട്ട് പിശുക്കനാണ്, അതുകൊണ്ട് തന്നെ അയാളിൽ നിന്ന് ആർക്കും ഒന്നും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അതായത് ഒന്നും ആർക്കും ഒരു സഹായവും ചെയ്യാത്ത ഒരാൾ എന്നാണ് ഇതിനർത്ഥം. അടുത്തൊരു എക്സ്പ്രഷനാണ് തിൻ സ്കിൻഡ്. തിൻ സ്കിൻഡ് അതായത് ഒട്ടും തൊലിക്കട്ടിയില്ലാത്ത ആളുകളെയാണ് നമ്മൾ തിൻ സ്കിൻഡ് പേഴ്സൺസ് എന്ന് പറയുന്നത് അല്ലെ. തിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒട്ടും കട്ടിയില്ലാത്തതെന്നാണ്. തിൻ സ്കിൻഡ് എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ആൻഡ് ഈസിലി ഇൻസൾട്ടഡ്, അതായത് പെട്ടെന്ന് നമുക്ക് ഇൻസൾട്ട് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവായിട്ട് എന്ത് പറഞ്ഞാലും പെട്ടെന്ന് വിഷമിക്കുന്ന രീതിയിലുള്ള ആളുകളെയാണ് നമ്മൾ തിൻ സ്കിൻഡ് പേഴ്സൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിൻ സ്കിൻഡ് എന്ന പദം സെന്റൻസുകളിൽ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. നമ്മുടെ ഇടയിൽ നല്ല തൊലിക്കട്ടിയുള്ള ആളുകളാണ് നമ്മൾ പൊളിറ്റീഷ്യൻസ് അല്ലെ. രാഷ്ട്രീയക്കാർക്ക് നല്ല തൊലിക്കട്ടിയാണ്, ഏത് സിറ്റുവേഷൻസിലും അവർക്ക് അതിനെയൊക്കെ അതിജീവിച്ചു പോകാൻ കഴിവുള്ളവരാണ്. അപ്പൊ നമ്മൾ അവരെ തിൻ സ്കിൻഡ് എന്ന് ഒരിക്കലും പറയൂല. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നോട്ട് തിൻ സ്കിൻഡ് എന്നൊക്കെ പറയാം. പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് സപ്പോസ് ടു ബി തിൻ സ്കിൻഡ്. പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് സപ്പോസ് ടു ബി തിൻ സ്കിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊളിറ്റീഷ്യൻസ് ഒരിക്കലും തിൻ സ്കിൻഡ് ആകരുത്, അതായത് സെൻസിറ്റീവ് അല്ലെങ്കിൽ ഈസിലി ഇൻസൾട്ടഡ് ആകരുത്. അവർക്ക് എപ്പോഴും ഇതുപോലെ വിമർശനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണ്, അവരിതുപോലെ കടുത്ത സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുമാണ്. അപ്പൊ അതുകൊണ്ട് അവർ അങ്ങനെ ആയിരിക്കരുത് എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് സപ്പോസ് ടു ബി തിൻ സ്കിൻഡ്. നമുക്കൊക്കെ വിമർശനങ്ങളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ നമുക്ക് അതിനെയൊക്കെ നേരിടാനുള്ള ഒരു തൊലിക്കട്ടി ഉണ്ടാവൂല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശമാണ് ഡോണ്ട് ബി ടു തിൻ സ്കിൻഡ് അബൌട്ട് ക്രിറ്റിസിസംസ്. ഡോണ്ട് ബി ടു തിൻ സ്കിൻഡ് അബൌട്ട് ക്രിറ്റിസിസം. അപ്പൊ വിമർശനങ്ങളിൽ നിങ്ങൾ തൊലിക്കട്ടിയില്ലാത്തവരാകരുത്, അതായത് അതിനെയൊക്കെ നേരിടുന്നവരായിരിക്കണം എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. അപ്പൊ ഒരിക്കലും ക്രിറ്റിസിസംസിൽ നമ്മൾ തിൻ സ്കിൻഡ് പേഴ്സൺസ് ആകരുത്. അടുത്ത ഒരു അഡ്ജക്റ്റീവാണ് സിമ്പിൾ മൈൻഡഡ്. സിമ്പിൾ മൈൻഡഡ് അതായത് ലളിതമായിട്ടുള്ള മനസ്സുള്ളവർ, സിമ്പിൾ മൈൻഡഡ് അല്ലെ. അണ്ടർസ്റ്റാൻഡിങ് തിങ്സ് ഇൻ എ സിമ്പിൾ ലിമിറ്റഡ് വേ, അതായത് കാര്യങ്ങളെയൊക്കെ വളരെ ലളിതമായിട്ട് ഗ്രഹിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളുകളെയാണ് നമ്മൾ പറയുന്നത് സിമ്പിൾ മൈൻഡഡ്. ഓക്കെ, അപ്പൊ സിമ്പിൾ മൈൻഡഡ് എന്ന് പറയുന്ന ഈ ഒരു അഡ്ജക്റ്റീവ് നമുക്ക് എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാം എന്ന് നോക്കാം. Anne is a simple-minded person because she thinks that the problems will go away just like that. Anne is a simple-minded person because she thinks that the problems will go away just like that.
അതായത് ആൻ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ മൈൻഡഡ് പേഴ്സൺ ആണ്. എന്തുകൊണ്ടാണ് അവളെ സിമ്പിൾ മൈൻഡഡ് പേഴ്സൺ ആകുന്നതെന്ന് വെച്ചാൽ പ്രോബ്ലംസ് ഒക്കെ വന്നാലും അത് അതിന്റെ വഴിക്ക് പോയിക്കോളും എന്ന് വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് പ്രോബ്ലംസിനെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ എടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇവിടെ ആനെ നമ്മൾ ഒരു സിമ്പിൾ മൈൻഡഡ് പേഴ്സൺ എന്ന് പറയുന്നത്. He has a simple-minded approach to the criticisms. He has a simple-minded approach to the criticisms. അതായത് വിമർശനങ്ങളോട് അവൻ വളരെ ലളിതമായിട്ടുള്ള ഒരു സമീപനമാണ് അവന് ഉള്ളത്, അവൻ കാണിക്കുന്നത് എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. അടുത്ത ഒരു അഡ്ജക്റ്റീവാണ് ലൈറ്റ് ഹാർട്ടഡ്. ലൈറ്റ് ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ലൈറ്റ് ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ആൻഡ് ചിയർഫുൾ. ഹാപ്പി ആൻഡ് ചിയർഫുൾ എന്നാണ്. അതായത് നല്ല സന്തോഷമുള്ള, നല്ല ആനന്ദമുള്ള, ഹൃദയത്തിന് ഭാരം കുറഞ്ഞ ആളുകൾക്കല്ലേ ശരിക്കും സന്തോഷവും ആനന്ദവും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ലൈറ്റ് ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ ചിയർഫുൾ ആൻഡ് ഹാപ്പി എന്ന് പറയുന്നത്. അപ്പൊ ലൈറ്റ് ഹാർട്ടഡ് എന്ന് പറയുന്ന ഈ ഒരു അഡ്ജക്റ്റീവ് എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ജിജി വാസ് ആൻ ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് ലൈറ്റ് ഹാർട്ടഡ് യങ് മാൻ. ജിജി വാസ് ആൻ ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് ലൈറ്റ് ഹാർട്ടഡ് യങ് മാൻ. ഈ രണ്ട് വിശേഷണങ്ങളും വളരെ നല്ല വ്യക്തികൾക്ക്, അതായത് നല്ല രീതിയിൽ ജീവിതം ജീവിക്കുന്ന ആളുകൾക്കുള്ള വിശേഷണങ്ങളാണ്. ഒന്നാമത്തത് ഒപ്റ്റിമിസ്റ്റിക്. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസിയായ, അതായത് എന്ത് കാര്യങ്ങളും നന്മയ്ക്കായി ഭവിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കുള്ള പദമാണ് ഒപ്റ്റിമിസ്റ്റിക്. അതുപോലെ ലൈറ്റ് ഹാർട്ടഡ് അല്ലെ, ലൈറ്റ് ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാപ്പി ആൻഡ് ചിയർഫുൾ എന്നതാണ്. അപ്പൊ ഈ രീതി രണ്ട് വിശേഷണങ്ങളും ഉള്ള ഒരാളാണ് ആര്? ജിജി. ജിജി വാസ് ആൻ ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് ലൈറ്റ് ഹാർട്ടഡ് യങ് മാൻ. ചിൽഡ്രൻ ആർ ലൈറ്റ് ഹാർട്ടഡ് ആൻഡ് പ്ലേഫുൾ വിത്ത് എ ടീച്ചർ. ചിൽഡ്രൻ ആർ ലൈറ്റ് ഹാർട്ടഡ് ആൻഡ് പ്ലേഫുൾ വിത്ത് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളുടെ മനസ്സിന്റെ പ്രത്യേകത ഇത് തന്നെയാണ്. അവരുടെ മനസ്സിന് വലിയ ഭാരമൊന്നുമില്ല അല്ലെ, ഒത്തിരി കാര്യങ്ങൾ ചുമന്നുകൊണ്ട് നടക്കാനൊന്നുമില്ല കുട്ടികൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ലൈറ്റ് ഹാർട്ടഡ് മെന്റാലിറ്റി ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അവര് എന്താണ്, പ്ലേഫുൾ ആയിരിക്കും. അപ്പൊ ലൈറ്റ് ഹാർട്ടഡ് ആൻഡ് പ്ലേഫുൾ. കുട്ടികൾ ടീച്ചറിനോട് വളരെ ലൈറ്റ് ഹാർട്ടഡുമാണ്, അതുപോലെ തന്നെ പ്ലേഫുള്ളും. ടീച്ചറിനോട് അവര് ഈ ഹൃദയത്തിൽ ഉള്ള ആ ഭാരമില്ലാത്തതുകൊണ്ട് സന്തോഷമായിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുന്നു അല്ലെ. ചിൽഡ്രൻ ആർ ലൈറ്റ് ഹാർട്ടഡ് ആൻഡ് പ്ലേഫുൾ വിത്ത് എ ടീച്ചർ. അടുത്ത ഒരു അഡ്ജക്റ്റീവാണ് ബിഗ് ഹെഡഡ്. അതായത് തലക്കനമുള്ളതെന്ന് പറയില്ല, അതാണ് ഉദ്ദേശിക്കുന്നത് ബിഗ് ഹെഡഡ് എന്ന് പറയുന്നത്. ബിഗ് ഹെഡഡ് പേഴ്സൺസിനെ ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലേ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നതാണ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ. ബിഗ് ഹെഡഡ് എന്ന് പറഞ്ഞാൽ തലക്കനമുള്ളത്, അതായത് തന്നെക്കാളും വലുത് വേറെ ആരുമില്ല, താനാണ് ഏറ്റവും ഗ്രേറ്റ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ബിഗ് ഹെഡഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബിഗ് ഹെഡഡ് എന്ന പദം സെന്റൻസുകളിൽ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു ഫിലിം അത് നടക്കുമ്പോഴേക്കും അതിനകത്ത് മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ആള് ഇതുപോലെ ഞാനാണ് എല്ലാ കാര്യത്തിലും വലുത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് എന്ന് നമ്മൾ സെന്റൻസുകളിൽ എങ്ങനെ പറയും? The main character is a big-headed person. The main character is a big-headed person. അതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ബിഗ് ഹെഡഡ് പേഴ്സൺ ആണ്. അവൻ ഒരിക്കലും അവനെ ഒരു ബിഗ് ഹെഡഡ് പേഴ്സൺ ആയിട്ട് കരുതുന്നില്ല. എങ്ങനെ പറയും? He never considers himself to be big-headed. He never considers himself to be big-headed. He never considers himself to be big-headed. അടുത്ത ഒരു എക്സ്പ്രഷൻ ആണ് ബാഡ് ടെമ്പേർഡ്. ബാഡ് ടെമ്പേർഡ് പേഴ്സൺസ് അല്ലെ, അതായത് എളുപ്പത്തിൽ ദേഷ്യം വരുന്ന, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളെയാണ് നമ്മൾ ബാഡ് ടെമ്പേർഡ് പേഴ്സൺസ് എന്ന് പറയുന്നത്. പദം സെന്റൻസുകളിൽ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഫ്ലോറ ഈസ് വെരി ബാഡ് ടെമ്പേർഡ് വെൻ ഷീ ഈസ് ഹംഗ്രി. ഫ്ലോറ ഈസ് വെരി ബാഡ് ടെമ്പേർഡ് when she is hungry. വിശക്കുന്ന സമയത്താണ് ഫ്ലോറയ്ക്ക് ഒത്തിരി ദേഷ്യം വരുന്നത്. ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന സമയം വിശപ്പ് വരുമ്പോഴാണ്. അപ്പൊ അതാണ് ഫ്ലോറ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന സമയം അവൾക്ക് വിശപ്പുള്ളപ്പോഴാണ്. ഫ്ലോറ ഈസ് വെരി ബാഡ് ടെമ്പേർഡ് when she is hungry. He became bad tempered and argued constantly.
ഹി ബിക്കെയിം ബാഡ് ടെമ്പേർഡ്. അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അപ്പൊ ദേഷ്യം വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? ആൻഡ് ആർഗ്യൂഡ്, അവൻ അങ്ങോട്ട് വാദപ്രതിവാദം നടത്തി. അതാണ് ആർഗ്യൂഡ്. ആർഗ്യൂഡ് കോൺസ്റ്റന്റ്ലി, നിരന്തരമായിട്ട് വാദപ്രതിവാദം നടത്തി. അപ്പൊ അവൻ പിടിച്ച ആ സൈഡിനെ വാദിച്ച് ജയിക്കുന്നതിന് വേണ്ടി വളരെ ദേഷ്യത്തിൽ അവൻ പെരുമാറി എന്നാണ് ഇവിടെ അർത്ഥം. ഹി ബിക്കെയിം ബാഡ് ടെമ്പേർഡ് ആൻഡ് ആർഗ്യൂഡ് കോൺസ്റ്റന്റ്ലി. ഏറ്റവും ലാസ്റ്റത്തെ അഡ്ജക്റ്റീവ് ആണ് ഏത്? ആബ്സെന്റ് മൈൻഡഡ്. ആബ്സെന്റ് മൈൻഡഡ് പേഴ്സൺസ് എന്നൊക്കെ പറയും അല്ലെ നമ്മൾ. ആബ്സെന്റ് മൈൻഡഡിന്റെ അർത്ഥം എന്താണ്? നോട്ട് വെരി ഫോക്കസ്ഡ് ആൻഡ് ഫോർഗെറ്റ്ഫുൾ. നോട്ട് വെരി ഫോക്കസ്ഡ്, അതായത് എന്തെങ്കിലും കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കാൻ സാധിക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്ന ആളുകൾ, അങ്ങനെയുള്ളവരാണ് നമ്മൾ ആബ്സെന്റ് മൈൻഡഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ആയിരിക്കുന്നെങ്കിലും അവരുടെ ശ്രദ്ധ ഇവിടെ ആയിരിക്കില്ല, അല്ലെങ്കിൽ അവർ പരിസരം മറന്നായിരിക്കും നിൽക്കുന്നത്. അങ്ങനെയുള്ളവരാണ് നമ്മൾ ആബ്സെന്റ് മൈൻഡഡ് പേഴ്സൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആബ്സെന്റ് മൈൻഡഡ് എന്ന് പറയുന്ന ഈ ഒരു അഡ്ജക്റ്റീവ് എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഹി ഈസ് സോ ആബ്സെന്റ് മൈൻഡഡ് ആൻഡ് കീപ്സ് ഫോർഗെറ്റിംഗ് ഹിസ് കീ. ഹി ഈസ് സോ ആബ്സെന്റ് മൈൻഡഡ് ആൻഡ് കീപ്സ് ഫോർഗെറ്റിംഗ് ഹിസ് കീസ്. അതായത് അവൻ വളരെ ആബ്സെന്റ് മൈൻഡഡ് ആണ്, അതുകൊണ്ട് തന്നെ എപ്പോഴും കീ, താക്കോല് എവിടെ വെച്ചൊന്നും മറന്നു പോകും. അതായത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് മനസാന്നിധ്യത്തോടു കൂടി ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് അത് ഒരു കാര്യം വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് മറന്നു പോകുന്നത്. അപ്പൊ അതാണ് ഹീ സോ ആബ്സെന്റ് മൈൻഡഡ് ആൻഡ് കീപ്സ് ഫോർഗെറ്റിംഗ് ഹിസ് കീസ്. ഷീ സാറ്റ് ഇൻ ദ ക്ലാസ് റൂം ഇൻ ആൻ ആബ്സെന്റ് മൈൻഡഡ് മാനർ. ഷീ സാറ്റ് ഇൻ ദ ക്ലാസ് റൂം ഇൻ ആൻ ആബ്സെന്റ് മൈൻഡഡ് മാനർ. അതായത് അവൾ ക്ലാസ്സിലിരുന്നത് എന്താണ്? പരിസരബോധമില്ലാതെ, എല്ലാ സർവം മറന്ന് എന്നാണ് ഇതിനർത്ഥം. ഇനി ഒരു വിവാഹ വാർഷികം വന്നു. അപ്പൊ ഭർത്താവ് വിവാഹ വാർഷികത്തിന്റെ കാര്യമേ മറന്നുപോയി, അല്ലെ? ആനിവേഴ്സറി ആണെന്നുള്ള കാര്യമേ മറന്നുപോയി. അപ്പൊ ഇത് സെന്റൻസിലാക്കി എങ്ങനെ പറയും? ആബ്സെന്റ് മൈൻഡഡ് ഹസ്ബൻഡ് ഫോർഗോട്ട് ദ വെഡിങ് ആനിവേഴ്സറി. ഹെർ ആബ്സെന്റ് മൈൻഡഡ് ഹസ്ബൻഡ് ഫോർഗോട്ട് ദ വെഡിങ് ആനിവേഴ്സറി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ ക്യാരക്ടേഴ്സുമായിട്ട് ചേർന്നിട്ടുള്ള പലതരത്തിലുള്ള എക്സ്പ്രഷൻസ് ആണ്, അതായത് അഡ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ ഇതെല്ലാം സെന്റൻസുകളിൽ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.